ഹായ് ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം വക്കീൽ വാസു. വിൽപത്രം വഴി കിട്ടിയ ഭൂമി സ്വന്തം പേരിലേക്ക് മാറ്റാൻ പോക്കുവരവ് ചെയ്യാൻ പോവുകയാണോ നിങ്ങൾ? എങ്കിൽ റവന്യൂ വകുപ്പിന്റെ പുതിയ നിർദ്ദേശം ഒന്ന് ശ്രദ്ധിക്കണം. മുമ്പൊക്കെ രജിസ്റ്റർ ചെയ്ത വിൽപത്രമുണ്ടെങ്കിൽ നേരിട്ട് പോക്കുവരവ് ചെയ്യാമായിരുന്നു. എന്നാൽ കേരള ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ് പ്രകാരം ഇതിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ? 1. അവകാശ സർട്ടിഫിക്കറ്റ്, ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ്. വിൽപത്രം രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ പോലും മരിച്ച വ്യക്തിയുടെ നിയമപരമായ എല്ലാ അവകാശികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. 2. മറ്റ് അവകാശികളുടെ സമ്മതം. വിൽപത്രത്തിൽ ഉൾപ്പെടാത്ത മറ്റ് നിയമപരമായ അവകാശികൾക്ക് ഇതിൽ പരാതിയില്ലെന്ന സമ്മതപത്രം കൂടി ഉറപ്പാക്കാനാണ് റവന്യൂ വകുപ്പിന്റെ പുതിയ നിർദ്ദേശം. എന്തുകൊണ്ട് ഈ മാറ്റം? വിൽപത്രം വ്യാജമാണെന്നോ മറ്റ് അവകാശികളെ വഞ്ചിച്ചതാണെന്നോ ഉള്ള പരാതികൾ ഒഴിവാക്കാനും പോക്കുവരവ് നടപടികൾ സുതാര്യമാക്കാനുമാണ് കോടതി ഇങ്ങനെയൊരു നിരീക്ഷണം നടത്തിയത്. അതുകൊണ്ട് വില്ലേജ് ഓഫീസിൽ പോകുന്നതിന് മുൻപ് ഈ രേഖകൾ കൂടി കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷ വൈകാൻ സാധ്യതയുണ്ട്. ഭൂമി ഇടപാടുകളിലെ ഇത്തരം പുതിയ മാറ്റങ്ങൾ അറിയാൻ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.